നമസ്കാരം. വെട്ട ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. വികസന സദസ്സിന് ജില്ലയിൽ തുടക്കം. ആദ്യ പരിപാടി മംഗലം ഗ്രാമപഞ്ചായത്തിൽ. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു. മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധിക്കാര നടപടികൾക്കെതിരെ മംഗലം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റി. പ്രസിഡന്റിനെ ലീഗ് നേതൃത്വം നിലക്ക് നിർത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കർഷകർക്ക് അവരുടെ കാർഷിക വിളകൾക്ക് വില ലഭിക്കാൻ കേരള സർക്കാർ വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി V. അബ്ദുറഹിമാൻ. ഒഴൂർ കൃഷിഭവനു വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മൂന്നക്ക നമ്പർ ലോട്ടറി ചൂതാട്ടം നടത്തുന്ന 2 പ്രതികൾ താന്നൂർ പോലീസിന്റെ പിടിയിൽ. കരിമ്പനക്കൽ ഉമ്മർ ഷെരീഫ്, ആദർശ് സുന്ദർ കൊടക്കാടി എന്നിവരാണ് പിടിയിലായത്. തിരൂർ നഗരസഭ 4-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നടുവിലങ്ങാടി പള്ളി ഫുട്പാത്ത് നവീകരിച്ച് തുറന്നുകൊടുത്തു. ഈ വഴിയിലൂടെയുള്ള യാത്ര മുന്നേ വളരെ ദുഷ്കരമായിരുന്നു. ഒഴൂർ കരിങ്കപ്പാറ കാക്കാട്ടുകുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ദീപസമർപ്പണം വിപുലമായി നടത്തി. ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി വികസനത്തിന് പൊതു അഭിപ്രായവും പുതിയ ആശയങ്ങളും അവതരിപ്പിക്കുന്നതിന് സംഘടിപ്പിച്ച ജില്ലയിലെ വികസന സദസ്സിന് മംഗലം പഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K. പാത്തുമ്മക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ചേന്നര VVUP സ്കൂളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷവും നടന്നു. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. പാത്തുമ്മക്കുട്ടി അധ്യക്ഷത വഹിച്ചു. സർക്കാരിന്റെ സഹായത്താൽ തീരദേശ കുടിവെള്ള പദ്ധതി, റോഡ് നിർമ്മാണം തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടത്താൻ സാധിച്ചുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. 200-ലധികം പേർ പങ്കെടുത്ത പരിപാടിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ വിവരിക്കുന്ന സിൽവർ ജൂബിലി സപ്ലിമെന്റ് ഗ്രാമ സ്വരാജ് പ്രകാശനം ചെയ്തു. അസിസ്റ്റന്റ് സെക്രട്ടറി S. അനീഷ് സർക്കാരിന്റെ വികസന നേട്ടത്തിന്റെയും സെക്രട്ടറി ബീരാൻകുട്ടി അരിക്കാട്ടിൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടത്തെയും അവതരണം നടത്തി. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കാൻ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ ഹരിതമിത്രം ആപ്പ് വഴി സർക്കാരിലേക്ക് എത്തിക്കും. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ TP ഇബ്രാഹിംകുട്ടി, CM റംല ടീച്ചർ, KT റാഫി മാസ്റ്റർ, പദ്ധതി റിസോഴ്സ് പേഴ്സൺ CMT സീതി, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, വാർഡ് മെമ്പർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗനവാടി ജീവനക്കാർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ CDS അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വെട്ട ന്യൂസ് മംഗലം. സംസ്ഥാന UDF കമ്മിറ്റി തീരുമാനം ധിക്കരിച്ച് സർക്കാരിന്റെ വികസന സദസ്സ് നടത്താനുള്ള മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധിക്കാര നടപടിക്കെതിരെ മംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പ്രസിഡന്റിനെ ലീഗ് നേതൃത്വം നിലക്ക് നിർത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. നസറുള്ള യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഫണ്ട് വെട്ടിക്കുറച്ചുകൊണ്ട് ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് KPCCയും UDF ഇതുപോലെയുള്ള വികസന സദസ്സുകൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്നലെ അത് ലംഘിച്ചുകൊണ്ട് UDFന്റെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് മംഗലം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് നടന്നിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിന്റെ മെമ്പർമാർക്ക് നേരിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. അതിൽ പങ്കെടുക്കരുത് എന്ന് അറിയിച്ചുകൊണ്ട് 2 മെമ്പർമാർ, കോൺഗ്രസിൻ്റെതായ 2 ഉത്തരവാദിത്തപ്പെട്ട 2 മെമ്പർമാർ ആ വികസന സദസ്സിലെ പങ്കാളിയായതായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗ് പാർട്ടി UDFന്റെ ഭാഗമായിട്ട് ബഹിഷ്കരണം എല്ലാവർക്കും ബാധകമാണല്ലോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മംഗലം പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എന്ന് മാത്രമേ അതിനെ കാണാൻ സാധിക്കൂ.
കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം അവരുടെ കാർഷിക വിളകൾക്ക് വില ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടാണെന്നും അതിനെ നേരിടുന്നതിനായി കേരള സർക്കാർ വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. ഒഴൂർ കൃഷിഭവന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസുഫ് കോടിയേങ്ങൽ അധ്യക്ഷനായി. കാർഷിക വിളകളിൽ നിന്നും മറ്റു ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് മാർക്കറ്റിൽ വിൽപ്പന നടത്താനുള്ള സൗകര്യങ്ങളടക്കമുള്ള ബൃഹത് പരിപാടികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും കേന്ദ്ര സർക്കാരിൽ നിന്നുമുള്ള വിഹിതം ലഭിക്കാത്തതാണ് നെൽകർഷകർക്കുള്ള താങ്ങുവില കൃത്യസമയത്ത് നൽകാൻ കഴിയാത്തതിന് കാരണമെന്നും മന്ത്രി പറഞ്ഞു. കേരള സർക്കാർ കടമെടുത്തും കർഷകർക്ക് മുഴുവൻ തുകയും നൽകിയെങ്കിലും കേന്ദ്ര വിഹിതമായി നൽകേണ്ട 2850 കോടി രൂപ ഇതുവരേക്കും സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അവരെ പ്രോത്സാഹിപ്പിക്കാൻ കൃഷി വകുപ്പ് ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കർഷക ദിനത്തോടനുബന്ധിച്ച് കർഷകരെ ആദരിക്കുന്ന ചടങ്ങുകൾ, അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അവർക്ക് അനുഭവിക്കുന്ന കൃഷിനാശം പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേകം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ വിള ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ ഇതിലൊക്കെ തന്നെ ഇപ്പോൾ നെൽകർഷകരുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മൾ നൽകുന്ന നെല്ലിൻ്റെ വില നമുക്ക് സമയത്ത് കൊടുക്കാൻ പറ്റുന്നു. അതിൽ കേന്ദ്ര ഗവൺമെൻറ് വിഹിതം വരേണ്ടത് വലിയ പണം. കാരണം അത് ഇന്ത്യയിൽ മൊത്തത്തിൽ നടക്കുന്നതാണ് ഈ സംഭരണം. കേരളത്തിൽ ഇത്തവണ സംഭരിച്ച് നമ്മൾ കൊടുക്കേണ്ട വിഹിതം മുഴുവൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതിലപ്പുറം അതിൽ അഡീഷണലായി നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കർഷകർക്ക്, ഇപ്പോൾ നെൽകൃഷി കർഷകർക്കുള്ള കുറേ പണം കൊടുത്തു. ഇപ്പോൾ 2750 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതമായി കേരളത്തിൽ ലഭ്യമാകേണ്ടത് കഴിഞ്ഞ ആഴ്ച വരെ, ആയുധപൂജയ്ക്ക് നമ്മുടെ ആ പൊതു അവധി വരുന്നവരെ ആ പണം നമ്മുടെ ഖജനാവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു പ്രതിസന്ധി നെൽകർഷകർക്ക് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കേരള ഗവൺമെൻറ് പലിശയ്ക്ക് പണം എടുത്തിട്ട് കൂടി നമ്മൾ കൊടുത്തു ഇവർക്ക് ആവശ്യമായ പണം. പക്ഷേ ഇപ്പോൾ അവസാനമായി ഏകദേശം 350ഓളം കർഷകർക്ക് ആയിരുന്നു ആയുധപൂജയ്ക്ക് മുമ്പ്, ഓണത്തിന് മുമ്പ് പണം കൊടുക്കാണ്ടായിരുന്നു. പക്ഷെ ഓണത്തിനും നമുക്ക് ഭാഗികമായി മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ആയുധപൂജയ്ക്ക് മുമ്പ് നമ്മൾ കുറേ കൂടി പണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ കാര്യങ്ങളിലുള്ള നയം നമുക്ക് നല്ല രീതിയിൽ കൃഷിയെ ബാധിക്കുന്നുള്ളൊരു വസ്തുത കർഷകർ മനസ്സിലാക്കിയിട്ടുണ്ട്. MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഒഴൂർ കൃഷിഭവന് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഒഴൂർ പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസുഫ് കൊടിയേങ്ങൽ അധ്യക്ഷനായി. ജില്ലാ കൃഷി ഓഫീസർ എസ് ബീന പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VK ജലീൽ, സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്കർ കോറാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തറമൽ ഭാവു, പഞ്ചായത്ത് അംഗങ്ങളായ KV പ്രജിത, അലവി മുക്കാട്ടിൽ, സവിത ചുള്ളിയത്ത്, പ്രമിള മാമ്പറ്റയിൽ, U സലീന, KV നബീല, KK ജമീല, KTS ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ന പാലേരി സ്വാഗതവും കൃഷി ഓഫീസർ C അശ്വതി നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് താനൂർ. 3 നമ്പർ ലോട്ടറി ചൂതാട്ടം നടത്തുന്ന 2 പ്രതികൾ താനൂർ പോലീസിന്റെ പിടിയിൽ. കാളാട് ഭാഗത്തു നിന്നുമാണ് കരിമ്പനക്കൽ ഉമ്മർ ഷെരീഫ്, ആദർ സുന്ദർ കൊടക്കാടി എന്നിവരെ 3 നമ്പർ ലോട്ടറി ചൂതാട്ടം നടത്തുന്നതുമായി കാണപ്പെട്ട് പിടികൂടി അറസ്റ്റ് ചെയ്തത്. കരിമ്പനക്കൽ ഉമ്മർ ഷെരീഫ്, ആദർശ്, സുന്ദർ കൊടക്കാട് എന്നിവരെയാണ് 3 നമ്പർ ലോട്ടറി ചൂതാട്ടം നടത്തി താനൂർ പോലീസ് പിടികൂടിയത്. 2 മൊബൈൽ ഫോണുകളും 9600 രൂപയും പ്രതികളിൽ നിന്നും കണ്ടെടുത്തു. താനൂർ DYSP പ്രമോദ് പിയുടെ നിർദ്ദേശപ്രകാരം താനൂർ ഇൻസ്പെക്ടർ ബിജിത്ത് KT, സബ് ഇൻസ്പെക്ടർ സുഗീഷ് കുമാർ, CPOമാരായ വിനീത്, ബിജേഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ലോട്ടറി ചൂതാട്ടം നടത്തിയവരെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. വെട്ടന്യൂസ് താനൂർ. തിരൂർ നഗരസഭ 4-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നടുവിലങ്ങാടി പള്ളി ഫുട്പാത്ത് നവീകരിച്ചു തുറന്നുകൊടുത്തു. പ്രദേശവാസികൾക്ക് പള്ളിയിലേക്ക് എളുപ്പം പ്രവേശിക്കാവുന്ന ഈ വഴിയിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു. ഈ ഫുട്പാത്താണ് കൗൺസിലർ ബിജിതയുടെ പരിശ്രമമായി പുതുക്കി പണിഞ്ഞത്. തിരൂർ നഗരസഭ ചെയർപേഴ്സൺ AP നസീമ ഫുട്പാത്ത് ഉദ്ഘാടനം ചെയ്തു. തിരൂർ നഗരസഭ 4-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നടുവിലങ്ങാടി പള്ളി ഫുട്പാത്ത് നവീകരിച്ച് തുറന്നുകൊടുത്തു. 3 ലക്ഷം രൂപ എസ്റ്റിമേറ്റിലാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. നഗരസഭ വൈസ് ചെയർമാൻ പാങ്ങാട്ട് രാമൻകുട്ടിയുടെ അധ്യക്ഷതയിൽ തിരൂർ നഗരസഭ ചെയർപേഴ്സൺ AP നസീമ ഫുട്പാത്ത് ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം, അതായത് നമ്മുടെ നാട്ടിൽ നേരത്തെ വൈസ് ചെയർമാൻ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ വലിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതോടൊപ്പം ആളുകൾക്ക് നടക്കാനുള്ള യാത്രാ സൗകര്യം ഒരുക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്തം കൂടി ഓരോ വാർഡുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വാർഡുകളിലും ദിവസങ്ങൾക്കുള്ളിൽ പലതും ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു. നിങ്ങളുടെ ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി, നടുവിലങ്ങാടി മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് സെൻറ്റർ
നിർമ്മിച്ച് നൽകാൻ ഈ ഒരു ഭരണസമിതിക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ ഒട്ടനവധി ക്ഷേമകാര്യങ്ങളിലാവട്ടെ ഒട്ടനവധി അംഗനവാടികളും അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ കൗൺസിലിന് സാധിച്ചു. അതോടൊപ്പം ഓരോ വാർഡുകളിലും ഏതാണ്ട് 1 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഓരോ വാർഡുകളിലും ചെയ്യാൻ ഈ ഒരു ടീമിന് കഴിഞ്ഞു എന്നത് തീർത്തും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. ചടങ്ങിൽ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അബ്ദുൽ സലാം മാസ്റ്റർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും 4ാം വാർഡ് കൌൺസിലറുമായ ബിജിത ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫാത്തിമത്ത് സജ്ന, റസിയ ഷാഫി, കൌൺസിലർമാരായ ഷെരീഫ് പി, സജ്ന അൻസാർ, സീനത്ത് IP, കെ അബൂബക്കർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PK തങ്ങൾ, TC സുബൈർ മാസ്റ്റർ, PV ഷെരീഫ്, ജംഷിദ ഷക്കീല, സൈനുദ്ദീൻ മൂസിൻ, ഉനൈസ് തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടന്യൂസ് തിരൂർ. ഒഴൂർ കരിങ്കപ്പാറ കാക്കാട്ടുകുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ദീപസമർപ്പണം വിപുലമായി നടത്തി. ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വെട്ടത്ത് നാട്ടിലെ പ്രധാന ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നായ കാക്കാട്ടുകുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ദീപസമർപ്പണം നടത്തി. ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തൃപ്രങ്ങോട് കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ തന്ത്രി. മീനമാസത്തിലെ അശ്വതി ഭരണി ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ്. കർക്കിടകം 12 മഹാനവമി നാളിൽ ദീപസമർപ്പണം, പുസ്തകപൂജ, വിദ്യാരംഭം, തൃക്കാർത്തിക, മകരച്ചൊവ്വ, കുംഭഭരണി എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ. വെട്ടന്യൂസ് തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.